എല്ലാവർക്കും അച്ചാച്ചസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് പഞ്ചാബിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന വഴിക്കൊരു ധാബയാണ്. അടിപൊളി സെറ്റപ്പായിരുന്നു ആ ധാബയ്ക്ക്. അതുപോലെ തന്നെ അടിപൊളി ഫുഡും എല്ലാം ആയിരുന്നു. എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു. ആ ധാബയ്ക്ക് ഫ്രണ്ടിൽ ഫോട്ടോ സെക്ഷനൊക്കെ എടുക്കേണ്ട എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. സ്വപ്നയാത്രയുടെ ടൂറിൽ പോയ മെമ്പേഴ്സാണ് ഈ കാണുന്നത് എല്ലാവരും. ഹായ്, സ്വപ്നയാത്രയുടെ ഫുഡാണോ? എങ്ങനെയുണ്ട്? ഫുഡ് അടിപൊളിയാണ്. ഞങ്ങളുടെ ട്രിപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അല്ലേ? 75 വയസ്സിൽ നമ്മളെ ലോകം കാണാനായിട്ട് ഇറങ്ങി തിരിഞ്ഞ മുത്തശ്ശിയാണ്. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ച് പോരുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ വന്നു, റൂമിൽ വന്നു, ഫ്രഷൊക്കെ ആയതിനു ശേഷം എല്ലാവരും പോകാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും ടൂർ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മുടെ സ്വപ്നയാത്രയുടെ അവസാന ദിവസമാണ്. എങ്ങനെയുണ്ടായിരുന്നു ടൂറൊക്കെ? അടിപൊളിയാ. നമ്മുടെ ടൂറിലെ ഏറ്റവും പ്രായമുള്ള അമ്മച്ചിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പിരിയുകയാണ്. കുറേ ആൾക്കാർ ട്രെയിനും കുറേ ആൾക്കാർ ഫ്ലൈറ്റിനും ഒക്കെയാണ് വന്നത്. രാത്രിയിലെ ഫ്ലൈറ്റിനും ട്രെയിനും ഒക്കെ പോകേണ്ട ആൾക്കാരെ പർച്ചേസിങ്ങിനായിട്ടൊക്കെ കൊണ്ടുപോയി. പലർക്കും പല ഫ്ലൈറ്റിനൊക്കെ ആയിരുന്നു ടിക്കറ്റ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾക്ക് വൈകുന്നേരം 3 മണിക്കത്തെ വിസ്താരയ്ക്കായിരുന്നു ടിക്കറ്റ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പർച്ചേസിങ്ങിന് പോകാനൊത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് എല്ലാവരുമായിട്ട് പിരിഞ്ഞ് അങ്ങനെ ഒരാഴ്ചത്തെ യാത്രയ്ക്ക് ശേഷം അങ്ങനെ എല്ലാവരുമായിട്ട് യാത്ര പറഞ്ഞ് പിരിയുകയാണ് ഞങ്ങൾ. ബൈ ബൈ. ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിലൊക്കെ ഒന്ന് പോയി. ഞങ്ങൾ സവാരി ചെയ്യുന്നത് കാഴ്ച നിങ്ങൾക്ക് ഷെയർ ചെയ്യട്ടെ.
ഒരു ജ്യൂസ് കടയിൽ കയറി ഞങ്ങളൊരു ജ്യൂസ് കുടിച്ചേക്കാൻ വെച്ചു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഗ്യാങ്ങെല്ലാവരും പോയി. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് നേരത്തെ ആയത് കാരണം ഞങ്ങൾ അവരുടെ കൂടെ കറങ്ങാൻ പോയില്ല. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ടൗണിൽ കറങ്ങുക. ഡൽഹി തെരുവീതിയിലൂടെ ഒന്ന് നടന്നേക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ നടക്കുവാണ്. എല്ലാം കാപ്പി അങ്ങനത്തെ കപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ 1 വീക്ക് ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ഇതാണ് ഡൽഹി എയർപോർട്ട്. ഞങ്ങൾ എയർപോർട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായത്. അടുത്ത ഫ്ലൈറ്റ് വെളുപ്പിനേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തിരിച്ച് റൂമിലേക്ക് പോയി. അങ്ങനെ വിസ്താര ഞങ്ങൾക്ക് പണി തന്നു. അങ്ങനെ ഞങ്ങൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് പോയതാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആയി. അത് കാരണം ഞങ്ങൾ രാത്രിയിലാണ് ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങളുടെ ഒരാഴ്ചത്തെ നോർത്ത് ഇന്ത്യൻ പര്യടനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ്. ഇനി എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഉള്ളിലേക്ക് കയറുവാണ്. ഞങ്ങൾ ഉച്ചയ്ക്കൊന്ന് വന്നിട്ട് പോയതാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആയിപ്പോയി. അത് ഞങ്ങൾ അറിഞ്ഞില്ല. അത് ഞങ്ങളുടെ ഏജൻസി അറിയിച്ചുമില്ല. ഫ്ലൈറ്റുകാർ പറയുന്ന അവർ ഏജൻസി ഇൻഫോം ചെയ്തെന്ന് ഞങ്ങൾ അറിയുകയും ചെയ്തില്ല. ഞങ്ങൾ വന്ന് പോയി. പിന്നെ തിരിച്ച് റൂമിൽ പോയി. പിന്നെ ഇപ്പോൾ വരികയാണ് രാത്രി. ഇനിയിപ്പം വെളുപ്പിനെ 4 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അങ്ങനെ എൻ്റെ ഈ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്വപ്നയാത്രയുടെ ട്രിപ്പ് പാക്കേജ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. Smaller items like smaller passengers under view. Contact the cabin